ഹലോ ഒരുവൺ, എല്ലാവർക്കും ACDB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളാണ് സുന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പം പ്രധാനമായിട്ടും വന്നിട്ടുള്ള എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെക്കോ എൽഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അതാ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കുറേ നാളായിട്ട് നമ്മുടെ PSC ആസ്പിറൻസിനെ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ബെക്കോ എൽഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ പറയുന്ന നമ്മുടെ 2025 ഓണം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഈ പറയുന്ന PSC എഴുതാത്തവർ പോലും പ്രധാനമായിട്ടും കണ്ടെത്തി അല്ലേ ഈ പറഞ്ഞ കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടിയായിരുന്നു ബെക്കോ എൽഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ബെക്കോ എൽഡിയുടെ നോട്ടിഫിക്കേഷൻ അത് വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെക്കോ എൽഡിയുടെ നോട്ടിഫിക്കേഷൻ ഒന്നെങ്കിൽ 29 അല്ലെങ്കിൽ 30 തീയതികളിലായിട്ടാണ് എന്ത് ചെയ്യും അത് റിലീസ് ചെയ്യുമെന്നുള്ളത്. അപ്പം 30-ാം തീയതി തന്നെ നമ്മുടെ PSC ആ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബെക്കോ എൽഡിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും അല്ലേ ഇപ്പോൾ സന്തോഷമായിക്കണം അല്ലേ. അപ്പൊ നോക്കുക, അതിന്റെ നോട്ടീസിനകത്ത് എന്തെല്ലാമാണ് പറയുന്നത്, ആർക്കൊക്കെ അപേക്ഷിക്കാം അല്ലെ, അതിന്റെ ഏജ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ബെക്കോയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ACDB അക്കാഡമിയുടെ കൂടെ ഒരുമിച്ച് പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ 3-in-1 ബാച്ച് എന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വില്ലേജ് അസിസ്റ്റന്റ്, ബെക്കോ LDC ഇപ്പോൾ ആണുള്ള ബെക്കോ LDC, നമ്മുടെ കമ്പനി ബോർഡ് LGS അതിന്റെ ഡേറ്റ് കഴിഞ്ഞു അല്ലെ, വില്ലേജ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 3-in-1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ടി ഒരുമിച്ച് എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇനി ഓരോ വില്ലേജ് ബിൽഡ് ഒരു കോഴ്സ്, ബെക്കോയ്ക്ക് ഒരു കോഴ്സ്, കമ്പനി ബോർഡ് ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്ന ഒറ്റ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പ് നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 3-in-1 ബാച്ചിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ACDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു മടിയും മേടിക്കേണ്ട, നമ്മൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചങ്ങോട്ട് തുടങ്ങാന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനിലേക്ക് പോയാലോ. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ നോക്കി ഇത് കാറ്റഗറി നമ്പർ 619/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. നോക്കിയ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അല്ലെ, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇത് പറയുന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ബെക്കോ എന്ന് പറയാറുണ്ട് അല്ലെ. ഈ പറഞ്ഞ വിദേശ വിതരണ കേന്ദ്രം അല്ലേ, നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്കാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന വിപണന കേന്ദ്രത്തിലേക്ക് മാത്രമല്ല, ഈ പറയുന്ന അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അപ്പോൾ അതിലേക്കും അതിൻ്റെ ഈ പറയുന്ന സപ്ലൈ സ്റ്റോറുകളിലേക്കും മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. നോക്കി, അതിന് പോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്, LD ക്ലർക്കാണ്. ഓക്കെ, LD ക്ലർക്കാണ്. അതിനകത്ത് ഈ സ്കേ ഓഫ് പേയിൽ നോക്കി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് അവരെന്തെങ്കിലും വന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് നിലവായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാലറി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഓക്കെ, ഈ ഒരു സാലറി സ്കെയിൽ എല്ലാം എന്ത് ചെയ്യുന്നത് ഇപ്പോൾ അതിനകത്ത് നൽകി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വേക്കൻസി അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രധാനമായിട്ടും പറയുന്നില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. അപ്പോൾ 619/2025 എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ ബെക്കോയിലേക്കാണ് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിയാലോ, അതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അതായത് ഓരോ സ്ഥലത്തേക്കല്ല, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് നൽകിയിട്ടുള്ളത്. ഓക്കെ, 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നൽകിയിട്ടുള്ളത്. നോക്കിയേ, 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. SC ST OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂഷ്വൽ ഏജ് റിലാക്സേഷനകത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോക്കി, ദ പ്രൊഫഷണൽ ഹാൻഡ്സ് വർക്കിംഗ് ഇൻ ദ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിൽ ബി ഗിവൺ ദ ഏജ് റിലാക്സേഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദിയർ പ്രീവിയർ സർവീസ് പുട്ട് ഇൻ ദ സബ്ജക്ട് ടു മാക്സിമം 5 years ഫ്രം ദ അപ്പർ ഏജ് ലിമിറ്റ് പ്രൊവൈഡഡ് ദേ വെയർ വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ദിയർ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇൻ ദ എബോവ് കൺസേൺ ബട്ട് ദ റെഗുലർ എംപ്ലോയീസ് ഓഫ് the concerns are not eligible for the above consideration for further appointment. The provisional hands should be obtained a certificate showing period of their provisional service എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, 18 മുതൽ 36 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ, നിങ്ങളുടെ SSLC നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലേ, പ്രധാനമായിട്ടും ബെക്കോ LD ആണെങ്കിൽ SSLC വേണം അല്ലേ, SSLC നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെക്കോ LDക്ക് വേണ്ടിയിട്ട് ഇന്ന് അതിനെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, മറ്റ് എക്സാമിനേഷൻ നമ്മൾ മാറ്റി വെച്ച പോലെ ഇനി പറയുന്ന അതിൻ്റെ എക്സാം കലണ്ടറൊക്കെ വന്നിട്ട് പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിരിക്കരുത്. നോക്കിക്കോ, ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കോമ്പറ്റീഷൻ വരും എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ബെക്കോ എന്ന് പറയുന്നത് അല്ലേ, ഒരുപാട് പേര് കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് നോക്കിയേ സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും സാധനം. ഓക്കെ, നോക്കി അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC ആണ്. ഓക്കെ, SSLC ഓർ ഇക്വലൻ്റ് ആണ് ഞാൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്.
അതായത് ഈ പറയുന്ന SSLC അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറഞ്ഞ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള SSLC തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കണം. അത് ഗവൺമെന്റ് അംഗീകൃതമായിരിക്കണം. ആ അംഗീകൃതമായിട്ടുള്ള സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ പറയുന്ന മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അവരെന്ത് ചെയ്യണം, ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കണം. ഓക്കെ, 10ാം ക്ലാസ് തത്തുല്യമായിരിക്കണം എന്ന് നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ സർട്ടിഫിക്കറ്റ് കടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. 4/2/2026 12 മണി വരെയാണ് തീയതി നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യുന്നവര് ഷടപടയെന്ന് അപ്ലൈ ചെയ്യുക, ഷടപടയെന്ന് പഠിച്ചു തുടങ്ങുക, ഇപ്പൊ പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ, ഇത് നിങ്ങളുടെ സമയമാണ്. ഓക്കെ, നിങ്ങളുടെ സമയം നമ്മുടെ സമയമാണ് അല്ലേ, നമ്മുടെ സമയമാണ് ഇത് അല്ലേ. ഓക്കെ, ഈ പറയുന്ന നമ്മൾ കാത്തിരുന്ന പരീക്ഷകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് അല്ലേ, നമ്മൾ കാത്തിരുന്ന എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണേ, കമ്പനി ബോർഡ് ലെക്ചേഴ്സ്, ബക്കോയ, വില്ലേജ് ഫീൽഡ് അല്ലേ, ഡിഗ്രി ഉള്ളവർ നോക്കുക. ഡിഗ്രി ഉള്ളവർ നോക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് കമ്പനി ബോർഡ് ടീച്ചേഴ്സ് എന്തായാലും ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, XPCID അല്ലെ, ഈ പറയുന്ന കാറ്റ് അല്ലെ, ഈ പറയുന്ന എക്സാമിനേഷൻ എല്ലാത്തിൻ്റെ എന്താണ് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലെ, എല്ലാത്തിൻ്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നമ്മൾ കാത്തിരുന്ന പ്രധാനമായിട്ടും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന കാത്തിരുന്ന എക്സാമിനേഷന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തന്നെ PSC നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ എല്ലാ എക്സാമിനേഷൻ ഈ പറയുന്ന 2026 തന്നെ നടക്കും. അപ്പം 2026 എന്ന് പറയുന്ന അടുത്ത വർഷം പുലരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തടുത്ത വർഷങ്ങളിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇരിക്കും. ഓക്കെ, നിങ്ങൾ അത് കയറിയിരിക്കും, ഇത് ഉറപ്പാണ്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം 2025 എന്തായാലും ഈ പറയുന്ന കഷ്ടകാലം വന്നിട്ടുണ്ടെങ്കിൽ പോട്ടെ നോക്കുക. 2026 വരുന്നത് പുതിയ വർഷമാണ് വരുന്നത്, ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ഒരു എന്താണ് ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഞാൻ അടുത്ത വർഷം ലിസ്റ്റിലുണ്ടെങ്കിൽ, ലിസ്റ്റ് കേരള PSC ഇടുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിനകത്ത് എൻ്റെ പേര് കാണും അല്ലേ. ഈ പറയുന്ന അല്ലെ എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്യും പറഞ്ഞ മീഷോ അടിക്കുന്നു അല്ലെങ്കിൽ പറയുന്ന തല എന്താണ് മുട്ടയടിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചലഞ്ച് ചെയ്യുക. ഓക്കെ, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ കളിയാക്കിയവർ കാണും അല്ലെ. നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് കളിയാക്കി, നിങ്ങൾ പ്രായം കൂടുന്നതോടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളവർ കാണും, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളവർ കാണും, അധിക്ഷേപിച്ചിട്ടുള്ളവർ കാണും അല്ലെ. അപ്പോൾ അവർക്കല്ല ഒരു മറുപടി നൽകേണ്ട ഒരു വർഷമായിട്ട് 2026 മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന BECO-LD അല്ല, കമ്പനി പ്രൊഡ്യൂസ് അല്ല, ഈ പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ല, ഡിഗ്രി പ്രിലിംസ് അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് തയ്യാറെടുത്ത് നോക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് മാർത്തോടുകൂടി തന്നെ നമ്മൾ എന്തെങ്കിലും കൂടെ നിന്നാൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ PDF നോട്ടുകളും റിവിഷൻ സെക്ഷൻസ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൽകി വരുന്നുണ്ട്. മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതങ്ങ് പൊളിക്കാമെന്നേ. ഓക്കെ, നമുക്കിതാ പൊളിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡെഡ് ലൈന് മുമ്പായിട്ട് തന്നെ അപേക്ഷിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, വീണ്ടും കാണാം, ബൈ.